1972-73 കാലഘട്ടത്തിൽ സെറ്റിൽമെൻറ്റിൽ വിസിറ്റ് ചെയ്യാനായിട്ട് വർഗീസ് അച്ഛൻ യൂത്ത് സെൻറ്ററിലെ കുട്ടികളുമായിട്ട് വരും. അവിടുത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കി, അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിക്കാനും അവർ ശുശ്രൂഷിക്കാൻ വേണ്ടി വരിക. അന്ന് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്ഥിതി അല്ല. ഒരു ഹോള്, എല്ലാ അമ്മമാരും കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് കിടന്ന് വളരുന്നൊരു സമ്പ്രദായമുള്ളൂ. കുറേ കപ്പയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കും, കഴിക്കും, അങ്ങനെ ജീവിക്കണം. അങ്ങനത്തെ ഒരു അവസരത്തിൽ അച്ഛനത് കണ്ടപ്പോൾ അച്ഛന് തോന്നിയതാണ് ഈ കുഞ്ഞുങ്ങളിങ്ങനെ വളരേണ്ടവരല്ല, അവരുടെ ഒപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടിയാണ് അച്ഛൻ നേരത്തെ പറഞ്ഞ ഹംസക്കുഞ്ഞ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പുള്ളി വളരെ സന്തോഷത്തോടു കൂടി ഈ കാര്യം ഏറ്റെടുക്കുകയും അങ്ങനെ കൗൺസിൽ പാസ്സാക്കുകയും ചെയ്തു. ഈ സ്ഥലം ഒരു പഴയൊരു മില്ലായിരുന്നു, ഒരു കൊപ്ര ആട്ടുന്നൊരു മില്ലായിരുന്നു. വടക്കേ ഇന്ത്യയിലെ കുറേ ആൾക്കാർ നടത്തിയിരുന്ന മില്ലായിരുന്നു. ആ മില്ല് പ്രവർത്തനരഹിതമായിട്ട് കിടക്കുന്ന കുറേ കൊല്ലങ്ങളായി. അപ്പോഴാണ് ഈ സ്ഥലം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. അന്ന് ഇവിടുത്തെ കൗൺസിലറായിരുന്ന ലാസർ പൂപ്പന, പുള്ളിയാണ് ഇവിടുത്തെ കൗൺസിലർ. പുള്ളി ഇതൊരു മാർക്കറ്റ് പോലെ, ഒരു മാർക്കറ്റിൻ്റെ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇട്ടിരുന്ന സ്ഥലമാണിത്. അച്ഛൻ പലതവണ വളരെ ബുദ്ധിമുട്ടി ഈ വർഗീസ് അച്ഛൻ അവിടെ ചെന്ന് ഈ കൗൺസിലറിൻ്റെ അടുത്ത്, ലാസറിൻ്റെ അടുത്ത് പറയുകയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടോടു കൂടിയാണ് പുള്ളി ഈ ചേഞ്ച് ചെയ്യണത്. ലാസറിനെ കുറ്റപ്പെടുന്നതല്ല, പുള്ളിയുടെ മനസ്സിൽ വേറെ ആശയമായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം പോലെ ഇത് സ്നേഹഭവൻ തുടങ്ങാനായിട്ടുള്ള ആരംഭം 1974 മെയ് മാസം 30 കിട്ടി. അപ്പോൾ ഒരു കാര്യം സംഭവിക്കണത്, അച്ഛൻ്റെ ആ തീക്ഷ്ണമായിട്ടുള്ള ആ ചിന്ത വളർത്തിയെടുക്കാൻ വേണ്ടി അച്ഛൻ ചെയ്ത ആ കാര്യങ്ങൾ മഹനീയമാണ്. അന്ന് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചില്ലേ, ആ വേഷമൊക്കെ കണ്ടില്ലേ, അവിടെ സ്ഥിതി എന്താണ്? കുറേ കപ്പയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നു, ഒന്നും കിട്ടുന്നില്ല, വേറെ സഹായമൊന്നും അവിടെ ഇല്ല. സലീഷ സഭയുടെ ഏറ്റവും വലിയ ഒരു സംഭവം നിൽക്കണമെന്ന് വെച്ചാൽ, ഈ കുട്ടികളെ നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള മനസ്ഥിതിയുള്ള നല്ല ഹൃദയമുള്ള വ്യക്താക്കളാണ് സലീഷ്യൻ ഫാമിലിയിലുള്ള സലീഷ്യൻസായിട്ടുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും. അത് ഞാൻ എൻ്റെ 42 വയസ്സ് പോയി, വർഷമായി ഞാൻ ഈ സലീഷ സഭയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറയുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളെ നോക്കാൻ അല്ലെങ്കിൽ യുവജനങ്ങളെ നോക്കാൻ ഇത്രയും വളരെ ശുഷ്കാന്തിയോടുകൂടി ആത്മാർത്ഥമായിട്ടും സ്നേഹമായിട്ടും ത്യാഗം അനുഭവിച്ച് ചെയ്യുന്ന ഒരു സമൂഹം വേറെയില്ല.